ഞാൻ രമ്യ ഹരിശങ്കർ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ എല്ലാവരും ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതോടൊപ്പം സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ വരും. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് മത്തൻ കൊണ്ടുണ്ടാക്കുന്ന ഒരു മുളകൂശിയാണ്. മത്തൻ വെച്ചിട്ട് നമ്മൾ ഒരുപാട് ഡിഷസ് ചെയ്തിട്ടുണ്ട് ഈ ചാനലിൽ. അപ്പം അതൊന്നും കണ്ടിട്ടില്ലെങ്കിൽ കാണുക. അപ്പം ഇന്ന് ഞാൻ മുളകൂശിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് മത്തൻ വെച്ചിട്ട്. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 1/4 കപ്പ്, ചെറിയ ക്വാണ്ടിറ്റിയല്ല ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു 1/4 കപ്പ് ചെറുപരിപ്പ് എടുത്തിട്ടുണ്ട്. നന്നായി ഒന്ന് കഴുകി ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് ആദ്യം ഒന്ന് ചെറുപരിപ്പ് ഒന്ന് വേവിക്കാൻ വയ്ക്കണം. പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണ് ചെറുപരിപ്പ്. അതുകൊണ്ട് കുക്കറിലൊന്നും വേവിക്കണമെന്നില്ല, വേണമെങ്കിൽ കുക്കറിൽ വേവിക്കാം. ഞാനിപ്പോൾ അല്ലാതെ തന്നെയാണ് വേവിക്കുന്നത്. അതിലോട്ട് ഏകദേശം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം. അപ്പം നമുക്ക് അടുപ്പ് കത്തിച്ചിട്ട് ഇതാദ്യം ഒന്ന് വേവിക്കാൻ വയ്ക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ മത്തനൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. മത്തൻ ഞാനിവിടെ ഏകദേശം കട്ട് ചെയ്ത് വരുമ്പോൾ ഏകദേശം ഒരു 1.25 കപ്പ് വരും. ചെറിയ സ്ക്വയർസിലാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. വലുപ്പമെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടം. വലിയ കഷ്ണം വേണമെങ്കിൽ വലിയതായിട്ട് കട്ട് ചെയ്യാം, ചെറുതായിട്ട് മതിയെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്താം. പരിപ്പ് വെന്തുടയേണ്ട ആവശ്യമില്ല. നമ്മൾ ആഡ് ചെയ്യുന്ന ഒരു കഷ്ണങ്ങളും പരിപ്പൊന്നും വെന്തുടയേണ്ട, അല്ലാതെ തന്നെയാണ്. ജസ്റ്റ് പരിപ്പ് ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടാൻ മാത്രം മതി. അത് കഴിഞ്ഞ് നമുക്ക് മത്തൻ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാനുള്ളതാണ്. മത്തൻ കട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പം പരിപ്പ് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലോട്ട് വെള്ളം പോരെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. വെള്ളം നോക്കണം. ഞാൻ അതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച മത്തൻ്റെ പീസസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അതിലോട്ട് നമുക്ക് കുറച്ച് വെള്ളം പോരെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. കറിക്ക് വേണ്ടത്ര ഉപ്പ്. പിന്നെ ടേസ്റ്റ് ചെയ്തിട്ട് പോയെങ്കിൽ പിന്നീട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ്. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതും ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ആദ്യം ഒന്ന് ഉപ്പ് ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തു, ഒരു 1/2 ടീസ്പൂൺ. എന്താണെന്ന് അറിയില്ല, മുളക് പൊടിയുടെ കളർ ക്യാമറ കുറച്ച് സ്ലൈറ്റ്ലി ഡിഫറെൻ്റ് ആണ്. അങ്ങനെയാണ് അത് എടുക്കുന്നത്. കളറൊന്നും മാറിയിട്ടില്ല. ഞാനിവിടെ ആഡ് ചെയ്തിരിക്കുന്നത് ആക്ച്വലി കാശ്മീരി മുളക് പൊടിയാണ്. ഞാൻ അപ്പം മത്തൻ വേവാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം മത്തനെ ഒന്ന് വെന്ത് വരട്ടെ. മത്തനും ചെറുപരിപ്പും കൂടെ നന്നായി മിക്സായി നന്നായി ഒന്ന് വെന്ത് വരട്ടെ. നമുക്കൊരു അരപ്പ് അരയ്ക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കൈപ്പിടി അല്ലെങ്കിൽ ഒരു 1/4 കപ്പ് തേങ്ങ ആഡ് ചെയ്തിട്ടുണ്ട് മിക്സിയുടെ ജാറിലോട്ട്. ഇനി നമുക്ക് അതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ ജീരകം ആഡ് ചെയ്ത് കൊടുക്കാം. വേണമെങ്കിൽ മാത്രം, ഞാനിപ്പോൾ ആഡ് ചെയ്തിട്ടില്ല എന്നേ ഉള്ളൂ. ചില സമയത്ത് ആഡ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ അമ്മയ്ക്ക് ആഡ് ചെയ്യാറുണ്ട്. ചില സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഒരു ചെറിയ ഉള്ളി കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചെറിയ ഉള്ളി ആഡ് ചെയ്തിട്ടില്ല, അല്ലാതെയുള്ള ടേസ്റ്റിലാണ് ഞാൻ ഇപ്പോൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ല പേസ്റ്റാക്കി എടുക്കാൻ പോവുകയാണ്. അപ്പോൾ അരച്ചെടുത്ത ശേഷം കാണിച്ചു തരാം. നന്നായി അരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മത്തനും വെന്തിട്ടുണ്ടാവും. മത്തനും പെട്ടെന്ന് വേവുള്ള കഷ്ണമൊന്നും അല്ലല്ലോ, പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണ്. പിന്നെ ചെറുപരിപ്പ് ഓൾറെഡി വെന്തോണ്ട് വലിയ കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ആഡ് ചെയ്തത് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടിയെല്ലാം ആഡ് ചെയ്തിട്ട് വേവിക്കാൻ വെച്ചതാണ്. അതിലോട്ട് നമ്മൾ അരച്ച തേങ്ങയുടെ പേസ്റ്റ് കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് മിക്സിയിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് ഞാനൊന്ന് മിക്സി ഒന്ന് കുലുക്കിയിട്ട് അതുകൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ഇനി നമുക്ക് ചെയ്യാനുള്ളത് ആകെ കറി ഒന്ന് നന്നായി തിളച്ച് വരണം. ഒരു പ്രാവശ്യം ഒന്ന് തിളച്ച് വരണം. അത് കഴിഞ്ഞ ശേഷം നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് കടുക് വറുക്കാൻ തുടങ്ങാം. ഇത്രയേ ഉള്ളൂ. കണ്ടില്ലേ, വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. ഇതൊന്ന് ആദ്യം ഒന്ന് തിളച്ച് വരട്ടെ. നന്നായി ഒന്ന് തിളച്ച് വന്നാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. അതിനുശേഷം കടുക് വറുക്കേണ്ട കാര്യങ്ങളൊക്കെ നോക്കാം. ഓക്കെ, അപ്പോൾ കുറച്ച് സമയം എടുക്കും. ഇടയിലൊന്ന് ഉപ്പ് മാത്രം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഉപ്പ് പോരെങ്കിലും ഒന്ന് കുറച്ചുകൂടെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും.
അത്രയേ ഉള്ളൂ. അപ്പോൾ കറി ഒന്ന് നന്നായി തിളക്കട്ടെ. ഒരു 2-3 മിനിറ്റ് നന്നായി ഒന്ന് തിളച്ച് വന്ന ശേഷം കറിയുടെ കൺസിസ്റ്റൻസി നോക്കിയിട്ട് ഒരുപാട് വെള്ളം വേണ്ടെങ്കിൽ കുറച്ച് തിക്കാക്കി കുറച്ചുകൂടെ ഒന്ന് വറ്റിച്ചെടുത്താൽ മതി. അപ്പം ഞാൻ എന്തായാലും തീ ഓഫ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. എനിക്ക് കുറച്ച് ഒഴിക്കണ മാതിരിയാണ് ഇഷ്ടം. കുറച്ച് തിൻ കൺസിസ്റ്റൻസിയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും കടുക് വറുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കുഞ്ഞി പാത്രം വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ കടുക് ആഡ് ചെയ്ത് കൊടുത്തു. കടുക് പൊട്ടിക്കഴിഞ്ഞുടനെ അതിലോട്ട് ഒരു വറ്റൽമുളക് 3 മുറിച്ചിട്ട് ആഡ് ചെയ്തു. അതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത്രയേ ഉള്ളൂ. ഇനി അത് കറിയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ കറി മത്തൻ മുളകൂഷ്യം റെഡി ആയിട്ടുണ്ട്. ഇനി എല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് ശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ നമ്മുടെ കറി. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്, ഡിഫറെൻ്റാണ്. നമ്മൾ അല്ലാതെ തന്നെ മുളകൂഷ്യം ഒരുപാട് നമ്മൾ ചെയ്തിട്ടുണ്ട്. തുളിച്ച മുളകൂഷ്യം പാലക്കാടുണ്ട്, തുളിച്ച മുളകൂഷ്യം ചെയ്തിട്ടുണ്ട്, പടവലിങ്ങ മുളകൂഷ്യം ചെയ്തിട്ടുണ്ട്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഈ മത്തൻ മുളകൂഷ്യം. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.